എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു ഭൂമി വളരെയധികം സ്റ്റേബിൾ ആയ രീതിയിലും വളരെയധികം ശാന്തമായിട്ടും എല്ലാത്തിനെയും ഉറപ്പിച്ചു നിർത്തുന്ന ഒരു ഗ്രൗണ്ട് പോലെയുമൊക്കെയാണല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമുക്ക് മുൻപിൽ നമ്മൾ കാണുന്ന കെട്ടിടങ്ങളും വീടുകളും അതുപോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ റോഡുകളും മരങ്ങളും തുടങ്ങിയിട്ട് നമുക്ക് കൺമുൻപിൽ കാഴ്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വളരെയധികം സ്റ്റേബിൾ ആയിട്ട് ഭൂമിയുടെ ഗ്രൗണ്ടിൽ ഉറച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള വളരെയധികം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അനുഭവം നമ്മൾക്കുണ്ടാകുമ്പോഴും ഭൂമി എന്ന് പറയുന്നത് അതിന്റെ അച്ചുതണ്ടിനെ ചുറ്റിയിട്ട് മണിക്കൂറിൽ 1670 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുകയാണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതായത് ഒരു തോക്കിൽ നിന്ന് ചീറിപ്പായുന്ന ബുള്ളറ്റിനേക്കാൾ ഇരട്ടി വേഗതയിലാണ് ഭൂമി അതിന്റെ അച്ചുതണ്ടിനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു വേഗത നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയാത്തത്? അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മളും ഈ ഒരു വേഗതയുടെ ഭാഗമാണ് എന്നത് തന്നെയാണ്. ഈ ഒരു വേഗതയാണ് ഭൂമിയെ സ്റ്റേബിൾ ആകാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചലനം ഭൂമിയുടെ ഗ്രൗണ്ടിൽ അനുഭവപ്പെടാനായിട്ടും കഴിയാത്തത്. എന്നാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വെറും 5 സെക്കൻഡ് നേരത്തേക്ക് മാത്രം ഈ ഒരു ഭൂമിയുടെ കറക്കം നിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക എന്നൊരു കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു അതിശയകരമായിട്ടുള്ള ഭയപ്പെടുത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കേവലം 5 സെക്കൻഡ് ഭൂമി അതിൻ്റെ കറക്കം നിർത്തിക്കഴിഞ്ഞാൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മനുഷ്യരാശിയെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ കഴിവുള്ള ഒരു മഹാദുരന്തം തന്നെയായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് ഭൂമിയുടെ കറക്കം നിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കാം ഭൂമിക്കുള്ളിൽ സംഭവിക്കുക എന്നതിനെ പറ്റിയിട്ട് വളരെ മികച്ച ഒരു നറേഷൻ പോലെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. കേരളത്തിലെ വളരെയധികം ശാന്തമായിട്ടുള്ള ഒരു പ്രദേശം, എല്ലാം തന്നെ വളരെയധികം സാധാരണയായി കാണപ്പെടുന്ന ഒരു ദിവസം. കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയും റോഡിലൂടെ വാഹനങ്ങൾ പോവുകയും വഴിനീളെ ഒരുപാട് മരങ്ങൾ നിൽക്കുകയും ആകാശത്തിലൂടെ വിമാനങ്ങൾ സഞ്ചരിക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനുകൾ പുറപ്പെടുകയും അതുപോലെ തന്നെ പടുകൂറ്റൻ കെട്ടിടങ്ങൾ ഉള്ള ഒരുപാട് ഓഫീസ് മേഖലകൾ, അതുപോലെ തന്നെ ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകൾ, കടലിലെ മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം തന്നെ വളരെയധികം സാധാരണമായി കാണപ്പെടുന്ന ഒരു ദിവസം. എന്നാൽ അടുത്ത നിമിഷം, അടുത്ത 5 സെക്കൻഡ് നേരത്തേക്ക് ഭൂമി അതിൻ്റെ കറക്കം ചെറുതായി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. കേവലം 5 സെക്കൻഡ് മാത്രമാണ് ഭൂമി അതിൻ്റെ കറക്കം 0യിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായിരിക്കും സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്? നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. മണിക്കൂറിൽ 1670 കിലോമീറ്റർ എന്ന് പറയുന്ന അതിമാരകമായിട്ടുള്ള ഒരു വേഗതയിലാണ് ഭൂമി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വേഗതയിൽ തന്നെയാണ് നമ്മളും ഭൂമിക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഗ്രൗണ്ട് വളരെയധികം സ്റ്റേബിളായി ഫീൽ ചെയ്യുകയും അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ യാതൊരു വിധത്തിലുള്ള ചലനങ്ങൾ പോലും നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയാത്തത്. എന്നാൽ പെട്ടെന്ന് 1670 കിലോമീറ്റർ എന്ന് പറയുന്ന അതിമാരകമായ വേഗതയിൽ നിന്ന് ഭൂമിയുടെ കറക്കം 0യിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത് വൻ മഹാ ദുരന്തം തന്നെയായിരിക്കും. ഭൂമിയോടൊപ്പം തന്നെ 1670 കിലോമീറ്റർ എന്ന് പറയുന്ന വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന നമ്മളും കെട്ടിടങ്ങളും റോഡുകളും വാഹനങ്ങളും മരങ്ങളും എല്ലാം തന്നെ ഭൂമി സ്റ്റോപ്പ് ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ അതേ വേഗതയിൽ 1670 എന്ന് പറയുന്ന വേഗതയിൽ തന്നെ മുന്നോട്ടേക്ക് കുതിക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഭൂമിയുടെ ചലനം മാത്രമാണ് നിന്നിട്ടുള്ളത്, നമ്മുടെ ചലനം പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് കണ്ണടച്ച് തുറക്കാൻ പോലുമുള്ള സമയം കിട്ടുന്നതിന് മുൻപേ തന്നെ മനുഷ്യരാശി എന്ന് പറയുന്നത് കേവലം ഒരു ഓർമ്മയായി തീരുമെന്നതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതായത് കണ്ണടച്ച് തുറക്കാൻ അല്ലെങ്കിൽ കണ്ണു ചിമ്മാൻ സമയം കിട്ടും മുൻപേ തന്നെ നമുക്ക് മുൻപിലുള്ള പടുകൂറ്റൻ കെട്ടിടങ്ങളും വാഹനങ്ങളും മരങ്ങളും റോഡുകളും ഗ്രൗണ്ട് തന്നെ പൂർണ്ണമായിട്ട് അടിച്ചു തകർന്ന് ആകാശത്തിലൂടെ പറന്നുയരുന്ന കാഴ്ചകളായിരിക്കും പിന്നീട് നമ്മൾ കാണുന്നത്. 1670 കിലോമീറ്റർ വേഗതയിൽ നമ്മളെ
പൂർണ്ണമായി തകർത്തെറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ വന്ന് ഇടിച്ച് തെറിപ്പിച്ചു കൊണ്ടുപോകുന്ന പടുകൂറ്റൻ കെട്ടിടങ്ങളുടെ കോൺക്രീറ്റുകളും അതുപോലെ തന്നെ വാഹനങ്ങളുടെ പാർട്സുകളും മരങ്ങളും തുടങ്ങി എല്ലാം തന്നെ അമിത വേഗതയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്ന ഭീകരമായ കാഴ്ചയായിരിക്കും പിന്നീട് നമ്മൾ ദർശിക്കേണ്ടി വരുന്നത്. ഈ ഒരു സമയത്ത് ന്യൂട്ടന്റെ ഭൗതിക ശാസ്ത്രത്തിലെ നിയമമാണ് നമ്മുടെയൊക്കെ ഓർമ്മയിലേക്ക് വരുന്നത്. അതായത് ഒരു സംഭവം അല്ലെങ്കിൽ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ തടയണമെങ്കിൽ ബാഹ്യമായിട്ടുള്ള മറ്റൊരു ശക്തിയുടെ ആവശ്യമുണ്ട്. അത് തന്നെയാണ് ഭൂമിയിലും സംഭവിച്ചത്. ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ഭൂമിയുടെ കൂടെ തന്നെ ഇത്രയും വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന നമ്മള് ഭൂമി ഒരു സെക്കൻഡ് നിൽക്കുന്ന സമയത്ത് അതേ വേഗതയിൽ തന്നെ മുന്നോട്ടേക്ക് കുതിക്കാൻ ശ്രമിക്കുകയും വൻ രീതിയിലുള്ള ഒരു മഹാദുരന്തം തന്നെ ഭൂമിയിൽ സംഭവിക്കുകയും ചെയ്യും. ഭൂമി ചലനം നിർത്തിയെങ്കിലും ഭൂമിയെ പൊതിഞ്ഞു നിൽക്കുന്ന വായുവും അതിന്റെ അന്തരീക്ഷവും ഈ ഒരു ചലനം നിർത്തുന്നില്ല. അതിന്റെ പരമമായ വേഗതയിൽ ഭൂമിക്കുള്ളിലൂടെ ഈ വായു ആഞ്ഞടിക്കാനായിട്ട് ആരംഭിക്കും. ഭൂമിയിൽ സാധാരണയായി കാണപ്പെടുന്ന ചുഴലിക്കാറ്റുകളിലേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള ചുഴലിക്കാറ്റുകളായിരിക്കും പിന്നീട് ഭൂമിയിൽ ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങുന്നത്. കണ്ണടച്ച് തുറക്കാൻ പോലും സമയം കിട്ടും മുൻപേ ഭൂമിയിലുള്ള വീടുകളും മേൽക്കൂരകളും ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് പറന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരും. പൂർണ്ണമായിട്ട് ഗ്രൗണ്ടിലേക്ക് വീണ് തകർന്നടിയും. കൂടാതെ അന്തരീക്ഷം ഒട്ടാകെ തന്നെയും വളരെയധികം ശക്തമായ രീതിയിലുള്ള പൊടിയും അതുപോലെ തന്നെ തകർന്നു പോയിട്ടുള്ള കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും മനുഷ്യന്റെ നിലവിളിയുമായിട്ട് ആകെ വളരെയധികം ഭീകരമായിട്ടുള്ള ഒരു യുദ്ധക്കളത്തിന്റെ പ്രതീതിയായിരിക്കും പിന്നീട് ഭൂമിക്കുള്ളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മനുഷ്യന് ശ്വാസം എടുക്കാൻ പോലും കഴിയാത്ത വിധത്തില് വായുവിന്റെ മർദ്ദം വ്യത്യാസപ്പെടുന്നു. ഇതോടുകൂടിയിട്ട് കോടിക്കണക്കിന് മനുഷ്യർ മരണപ്പെടുകയും കോടിക്കണക്കിന് ജീവജാലങ്ങളെ ചത്തൊടുങ്ങുകയും ചെയ്യുന്ന വളരെയധികം ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും പിന്നീട് ഭൂമിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ ഇവ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയാണ് യഥാർത്ഥ ഭീകരത തുടങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഭൂമിയുടെ ഒപ്പം 1670 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന മഹാസമുദ്രങ്ങളും കടലുകളും കായലുകളും ഒക്കെ ഭൂമി നിൽക്കുന്ന ആ നിമിഷം തന്നെ വലിയ രീതിയിലുള്ള ഒരു സ്ഫോടക വസ്തുവായി മാറുന്ന ഭീകര കാഴ്ചകളായിരിക്കും പിന്നീട് ഭൂമിയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം 3-ാമത്തെ സെക്കൻഡ് ആകുമ്പോൾ തന്നെ വളരെയധികം ശക്തമായ രീതിയിൽ കടലിനുള്ളിലെ ഇനേർഷ്യ എന്ന് പറയും, അല്ലെങ്കിൽ ജഡത്വം എന്ന് പറയും. അതായത് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ വേഗത്തിനൊത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന കടലുകളും കായലുകളും സമുദ്രങ്ങളും ഒക്കെ പെട്ടെന്ന് ഭൂമി നിൽക്കുന്ന സമയത്ത് അതേ വേഗതയിൽ തന്നെ മുന്നോട്ടേക്ക് കുതിച്ചു വരുന്ന അല്ലെങ്കിൽ കരയിലേക്ക് അടിച്ചു കയറുന്ന ഭീകരമായിട്ടുള്ളൊരു കാഴ്ചയായിരിക്കും പിന്നീട് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഏകദേശം 100 മുതൽ 200 മീറ്റർ വരെ ഉയരമുള്ള കൂറ്റൻ ജലഭിത്തികള് കരയിലേക്ക് അടിച്ചു കയറിയിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് എല്ലാത്തിനെയും വിഴുങ്ങുന്ന അല്ലെങ്കിൽ ലോകം ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു ഭൂമിയെ പൂർണ്ണമായിട്ട് മൂടാൻ കഴിയുന്ന രീതിയിലുള്ള മഹാപ്രളയങ്ങളായിരിക്കും പിന്നീട് ഭൂമി ഒട്ടാകെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഭൂമിയുടെ പുറമേയുള്ള ആഘാതമൊക്കെ കഴിഞ്ഞ് ഏകദേശം 4-ാമത്തെ സെക്കൻഡ് ആകുന്ന സമയത്ത് തന്നെ ഈ ഒരു ആഘാതത്തോടൊപ്പം തന്നെ ഭൂമിയുടെ ആഴങ്ങളിലായിരിക്കും പിന്നീടുള്ള ആഘാതങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഭൂമിയുടെ അതേ വേഗതയിൽ തുടർന്നുകൊണ്ടിരുന്ന ഭൂമിക്കടിയിലെ ഉരുകിയ ലാവയും ദ്രാവകങ്ങളും ഒക്കെ അതിമാരകമായ രീതിയിൽ തന്നെ ഭൂമി നിൽക്കുന്ന സമയത്ത് മുന്നോട്ടേക്ക് കുതിക്കാനായിട്ട് ആരംഭിക്കും. ഇതോടുകൂടിയിട്ട് ഭൂമിക്കടിയിലെ വമ്പൻ ശക്തികൾ ഏറ്റുമുട്ടുകയും ലോകം ഇന്നേ വരെ കാണാത്ത രീതിയിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളമുള്ള ഭൂചലന രേഖകളെല്ലാം പൊട്ടിത്തെറിക്കുകയും ഒരേ സമയം തന്നെ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും തന്നെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ തന്നെ ഒരേ സമയം വലിയ രീതിയിലുള്ള ഭൂചലനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ശക്തമായിട്ടുള്ള ഭൂചലനങ്ങളുടെ ഭാഗമായിട്ട് പർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കാനായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള അഗ്നിപർവ്വതങ്ങൾ തകരാനായിട്ട് ആരംഭിക്കുകയും നൂറ്റാണ്ടുകളായിട്ട് അടക്കി വെച്ചിരുന്ന ലാവകൾ അതിശക്തമായിട്ട് തന്നെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ചീറ്റാനായിട്ടും ആരംഭിക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് കടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഭൂമിയുടെ അന്തരീക്ഷം ഒക്കെ തന്നെയും ചാരം കൊണ്ട് പൂർണ്ണമായിട്ട് മൂടപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും പിന്നീട് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ അവസാന സെക്കൻഡ്, അതായത് 5-ാമത്തെ സെക്കൻഡ് ആകുമ്പോഴേക്കും നഗരം പൂർണ്ണമായിട്ട് കേവലം പൊടികൾ മാത്രമായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരിക്കും പിന്നീട് കാണാനായിട്ട് കഴിയുന്നത്. സാറ്റലൈറ്റ് സംവിധാനങ്ങള്, ഇന്റർനെറ്റുകള്, പടുകൂറ്റൻ കെട്ടിടങ്ങള്, വാഹനങ്ങള്,
അതുപോലെ തന്നെ കടലുകൾ, ഓഷ്യൻസ് തുടങ്ങിയിട്ട് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് നശിക്കപ്പെട്ടിട്ട് വളരെയധികം ഒരു ജീവന്റെ യാതൊരു വിധത്തിലുള്ള സാന്നിധ്യവും ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു ലോകം പോലെയായിരിക്കും പിന്നീട് നമ്മുടെ ഭൂമി കാണപ്പെടുന്നത്. എന്നാൽ ഏകദേശം 99 അല്ലെങ്കിൽ 98% ആളുകൾ പൂർണ്ണമായിട്ട് തന്നെ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്നാൽ ചില ആളുകൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ സർവൈവ് ചെയ്തുവെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു ഭീകരമായിട്ടുള്ള ഇമ്പാക്റ്റുകളൊക്കെ ചില മനുഷ്യർ സർവൈവ് ചെയ്തുവെങ്കിലും പിന്നീട് അവരെ കാത്തിരിക്കാൻ പോകുന്നത് വലിയൊരു നരക ജീവിതം തന്നെയായിരിക്കും. കാരണം ഈ 5 സെക്കൻഡിന് ശേഷവും ഭൂമിയുടെ കറക്കം, അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കം പഴയതുപോലെ തുടരുന്നില്ല. ഭൂമി എന്നേക്കുമായി ചലനം പൂർണ്ണമായിട്ട് നിർത്തി എന്ന് വിചാരിക്കുക. പിന്നീട് ഭൂമിക്കുള്ളിൽ നരക ജീവിതമായിരിക്കും ഭൂമിക്കുള്ളിലുള്ള ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവുക. ഭൂമിയുടെ കറക്കം പൂർണ്ണമായിട്ട് നിന്നതിനാൽ തന്നെ ഭൂമിക്കുള്ളിൽ തന്നെ 2 വിചിത്രമായിട്ടുള്ള ഭൂമുഖങ്ങൾ, അല്ലെങ്കിൽ 2 വിചിത്രമായിട്ടുള്ള ലോകങ്ങൾ പിറവിയെടുക്കാനായിട്ട് ആരംഭിക്കും. ഒരു വശത്ത്, അല്ലെങ്കിൽ ഭൂമിയുടെ ഒരു വശത്തായിട്ട് ഒരിക്കലും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അസ്തമിക്കാത്ത ഒരു പകൽ, അതായത് രാത്രി പകൽ എന്ന് പറയുന്ന ഒരു കാര്യമില്ലാതെ ഒരു സ്ഥലത്ത്, ഭൂമിയുടെ ഒരു ഭാഗത്ത് എന്നേക്കുമായിട്ട് ഇനി പകൽ തന്നെയായിരിക്കും. ഇതോടുകൂടി എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവന് അതിശക്തമായിട്ടുള്ള ചൂടും അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള വെള്ളത്തിന്റെ പ്രസൻസും ഇല്ലാതെ ഭൂമിയിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള എല്ലാ ഏരിയകളും വളരെയധികം ഡ്രൈ ആവുകയും മനുഷ്യന്റെ ജീവിതം തന്നെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ഭൂമി പൂർണ്ണമായിട്ട് ഒരു മരുഭൂമിയായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും പിന്നീട് കാണാനായിട്ട് കഴിയുന്നത്. വെള്ളത്തിന്റെ യാതൊരു വിധത്തിലുള്ള സോഴ്സും ഇല്ലാതെ പൂർണ്ണമായിട്ട് ഒരു മരുഭൂമി എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പ്രദേശം പൂർണ്ണമായിട്ട് മാറും. എന്നാൽ ഭൂമിയുടെ മറ്റൊരു പ്രദേശത്ത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. അതായത് അനന്തമായിട്ടുള്ള രാത്രി, ഒരു കാലത്തും അസ്തമിക്കാത്ത, അല്ലെങ്കിൽ ഒരു കാലത്തും ഉദിക്കാത്ത സൂര്യൻ. അതായത് പൂർണ്ണമായിട്ടും ഒരു പ്രദേശം പൂർണ്ണമായിട്ടും രാത്രിയായിരിക്കും ജീവിതകാലം മുഴുവൻ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. കൂടാതെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ശക്തമായിട്ടുള്ള ചൂടാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ശക്തമായിട്ടുള്ള തണുപ്പും കാറ്റും വളരെയധികം ഫ്രീസ് ആവുന്ന ഒരു തരത്തിലുള്ള കാലാവസ്ഥയുമായിരിക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാവുക. ഇതോടുകൂടിയിട്ട് 2 സ്ഥലങ്ങളിലും ജീവൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും സർവൈവ് ചെയ്യാൻ കഴിയാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും. ശക്തമായിട്ടുള്ള ചൂടിൽ ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള തണുപ്പിലും ഒരു മനുഷ്യന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ എവിടെയായിരിക്കും മനുഷ്യർക്ക് സർവൈവ് ചെയ്യാനായിട്ട് കഴിയുക? ടെർമിനേറ്റർ സോൺ എന്നറിയപ്പെടുന്ന, അതായത് ബാലൻസ് ചെയ്തിട്ടുള്ള തണുപ്പും ചൂടും ബാലൻസ് ചെയ്തിട്ടുള്ള ഭൂമിയുടെ ഒരേ ഒരു പ്രദേശം മാത്രമായിരിക്കും മനുഷ്യന് ജീവിക്കാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവശേഷിച്ച ആളുകൾ, ഭൂമിയുടെ നാനാഭാഗത്തു നിന്നുള്ള ആളുകൾ ആ ഒരു പ്രദേശത്തേക്ക് കുതിച്ചു കയറാനായിട്ട്, അല്ലെങ്കിൽ തങ്ങളുടെ ജീവൻ നിലനിർത്താനായിട്ട് ആ ഒരു പ്രദേശത്തേക്ക് കുതിച്ചു കയറാനായിട്ട് ആരംഭിക്കുകയും അവിടെ മറ്റൊരു യുദ്ധക്കളം തീരുകയും ചെയ്യുമെന്നുള്ള ഭീകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇത്തരത്തില് ഒരു സിറ്റുവേഷൻ ഭൂമിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നേരിടേണ്ടി വരുന്നുണ്ടാവുക. ഇവയൊക്കെ ശാസ്ത്രത്തിന്റെ പഠനങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായിരിക്കും ഇത്തരത്തിലെ ഒരു സംഭവം ഭൂമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടത്തിയ സമയത്ത് ശാസ്ത്രലോകത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഉത്തരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അറിവുകളെ കുറിച്ചിട്ട് ശാസ്ത്രലോകം പുറത്തേക്ക് വിടുന്നത്. ഇനി ഇവയെല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കാം, ഇവയൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ ഭൂമിയുടെ കറക്കം ഉടനെ എങ്ങാനും നിൽക്കാനുള്ള സാധ്യതകളുണ്ടോ എന്ന്. എന്നാൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ ഉടനെ ഒന്നും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. ഇതൊരു ശാസ്ത്രീയമായിട്ടുള്ള സാങ്കല്പികമായിട്ടുള്ള ഒരു കഥ എന്നുള്ള രീതിയിലാണ് ലോകമെമ്പാടും ഷെയർ ചെയ്തിട്ടുള്ളത്. അഥവാ ഭൂമിയുടെ ചലനം നിന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കഥ മാത്രമായിട്ടാണ് ഈ ഒരു കാര്യത്തെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഭൂമിയുടെ വേഗത കുറയാനോ, അല്ലെങ്കിൽ ഭൂമിയുടെ ചലനം പൂർണ്ണമായിട്ട് നിൽക്കാനോ ഉള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതകളും നമുക്ക് മുൻപിലില്ല. എന്നാൽ ഭൂമിയുടെ വേഗത, അതായത് ഭൂമി ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേഗതകൾ കുറയാനായിട്ട്
മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും എന്നുള്ളതാണ് ശാസ്ത്രലോകത്തിൻ്റെ ഇന്നത്തെ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതിനാൽ തന്നെ നമ്മളും അതുപോലെ തന്നെ നമുക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറകളും ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള അപകടങ്ങളിലും അല്ല എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. ഇവയൊക്കെ കേവലം ഒരു ഫിക്ഷണൽ സ്റ്റോറി അല്ലെങ്കിൽ ഫിക്ഷണലായിട്ട് ഇത്തരത്തിലുള്ളൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ളത് മനുഷ്യനെ ഓർമ്മിപ്പിക്കാനായിട്ട് മാത്രം ശാസ്ത്രലോകം പുറത്തേക്ക് വിട്ടിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമായിരുന്നു. സോ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് മിസ്റ്ററി വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ സീക്രട്ട് ബുക്ക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി see you in the next chapter. Until then, it's me Jaswin from Secret Book signing off.